ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ഒരാഴ്ച സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ട ഒരു പേര് നമ്മുടെ തീർത്താത്തയുടെ ആയിരുന്നു. തീർത്താത്ത അങ്ങ് പൂന്ത് വിളയാടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ആരുടെയൊക്കെ തമ്പനിയിൽ നോക്കിയാലും ആരുടെ വീഡിയോ എടുത്ത് നോക്കിയാലും തീർത്താത്ത അതിലൊരു കണ്ടന്റായി വന്നിട്ടുണ്ട്. സോ തീർത്താത്തയ്ക്ക് ചെറിയൊരു പതനം സംഭവിച്ചു, തീർത്താത്ത ഒതുങ്ങി എന്നൊക്കെ പലരും വീഡിയോയുടെയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അതിൽ നിന്നെല്ലാം വലിയൊരു മാസീവ് തിരിച്ചുവരവ് തീർത്താത്ത ഇന്നലെ വന്നിരിക്കുകയാണ്. പെട്ടെന്നൊന്നും തീർത്താത്ത ഒതുങ്ങത്തില്ല. ഒതുങ്ങേണ്ടവരെടുത്ത് തീർത്താത്ത ഒതുങ്ങും എന്നുള്ളതാണ്, അല്ലാത്തവരെടുത്ത് തീർത്താത്ത ഒതുങ്ങില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ തനൂജ എന്ന് പറയുന്ന ഈ ലേഡിയുടെ വിഷയത്തിൽ ഞാനും വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വീഡിയോ ചെയ്തിരുന്നു. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് എല്ലാ കാര്യങ്ങളോടൊന്നും യോജിപ്പില്ല സായി പറഞ്ഞതിൽ. സായി ഞാനോട് നല്ല ക്ലോസ് ഫ്രണ്ട്ഷിപ്പാണ്. അവരുടെ ആശയങ്ങളിൽ ചിലത് നമുക്ക് ഒത്തുപോകാൻ പറ്റാത്തതുണ്ട്. അതിന് ഞാൻ തീർച്ചയായും എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. ഇനിമേ ഇന്നലെ സായി ഈ തനൂജയെ പറ്റി വീഡിയോ ചെയ്തു. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ് തനൂജ എന്ന് പറയുന്ന ഈ ലേഡിയുടെ ഭാഗത്തും കുറച്ച് എന്താ പറയുക മിസ്റ്റേക്കുകളുണ്ട്. അതായത് ഈ കൊച്ചുകുട്ടിയെ കരയിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടണ്ട. അത് മാത്രമല്ല, ഈ പറഞ്ഞോണം ഈ പോയവന് വേണ്ടി ഇനി കാത്തിരിക്കാനോ അല്ലെങ്കിൽ അവൻ ഡൈവോഴ്സ് ആയില്ല എന്ന് പറയുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനി അവനുമായി ബന്ധപ്പെട്ടൊരു സംഭവങ്ങളും ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നാട്ടിൽ ആദ്യമായിട്ടല്ല ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ തനൂജയും കൊച്ചും നല്ല രീതിയിൽ ജീവിച്ച് മറ്റവന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക, വിജയിച്ച്. അതാണ് നമ്മുടെ ഒരു എന്താ പറയുക ലക്ഷ്യം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് കുട്ടിയെ കരയിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. എനിവേ, ഈ ഒരു തനൂജയുടെ വിഷയത്തിൽ ഈ പറയുന്ന തീർത്താത്ത പോയി ഇടപെട്ട് അത് വളരെ ഒരു മോശമാക്കി മാറ്റിയത് ഈ തീർത്താത്ത തന്നെയാണ്. കാരണം തീർത്താത്തയ്ക്ക് എൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. തീർത്താത്ത ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ ഒന്നടങ്കം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഓടിയെത്തും. അതുപോലെ ഇവിടെ ഓടിയെത്തി ഇത് കുളമാക്കി അവസാനം അവരെ ക്യാരക്ടർ റാണി എന്ന് പറഞ്ഞ് സമൂഹത്തിൽ അത്രയും മോശമായി ആക്ഷേപിക്കുന്ന ഒരു ലെവലിലോട്ടെത്തി. അതിനെയാണ് ഇന്നലെ ഈ പറഞ്ഞ സായി കൃഷ്ണ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ സായി കൃഷ്ണ പറഞ്ഞു, ക്യാരക്ടർ റാണി എന്ന് വിളിച്ച ഈ തീർത്താത്ത സോഡാക്കുപ്പി ആയിരിക്കാം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ തീർത്താത്തയ്ക്ക് വീണ്ടും ഹാലങ്ങ് ഇളകി. തീർത്താത്ത മിഡ് നൈറ്റിലൊരു പൊളി വീഡിയോ അങ്ങിട്ട് സായിക്കെതിരെ. അത് നമുക്ക് ഇവിടെ ഒന്നും കാണിക്കാൻ പറ്റുന്ന സാധനമല്ല, മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. അത് മാത്രമല്ല, തെറി പറയലെന്ന് എന്നോട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തെറി നമ്മൾ പറയുന്നില്ല. അങ്ങനെ വീഡിയോ കണ്ടപ്പോൾ വളരെ എന്താ പറയുക, വളരെ നമുക്കൊരു വിഷമം തോന്നിപ്പോയി. സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹതി ഈ തീർത്താത്ത ഈ സായി കൃഷ്ണൻ്റെ വൈഫിനെ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർത്താത്തയ്ക്ക് പൊതുവേ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് ചുക്കാമണി വെട്ടുക, അല്ലെങ്കിൽ ഇത് കണക്ക് അസഭ്യം, അതായത് ഇതൊരു അടിസ്ഥാനമില്ലാത്ത വാസ്തവരഹിതമായ കാര്യങ്ങൾ അങ്ങ് പറയുക. എതിരാളികളെ ഇങ്ങനെയാണ്, ഈ ഒരു രണ്ട് മെത്തേഡിലാണ് ഇവർ നേരിടുന്നത്. ഇതിലും നല്ലത് ഈ സായി കൃഷ്ണയുടെ നാട്ടിലോട്ട് പോയി, മലപ്പുറത്ത് പോയി അവൻ്റെ ചുക്കാമണി അങ്ങ് വെട്ടിയെടുത്ത് വളരെ എന്താ പറയുക മാസീവായിട്ട് തൻ്റെ ആരാധകരുടെ മുമ്പിൽ അതും പിടിച്ചുകൊണ്ട് നിന്നിട്ട് മറ്റേ ബാഹുബലിയിലെ കാലകേനെ പോലെ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിലും മാസമാവുമായിരുന്നു. കാരണം അതിനുള്ള ശേഷിയുള്ള ഒരാളാണ് തീർത്താത്ത. മുമ്പും തീർത്താത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ എൻ്റെ ഇങ്ങനല്ലേ ചെയ്തത്. കാരണം ഒരുപാട് പേര് തീർത്താത്തയുടെ ഫാൻസ് ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ചുക്കാമണി വെട്ടിയെന്ന്, അഞ്ച വന്ന സമയം വെട്ടി, ഞാനത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഏതോ ഓസ്ട്രേലിയൻ യുവതിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് വെട്ടിയില്ല എന്ന് കാണിക്കാൻ എനിക്ക് ഈ വീഡിയോയിലൂടെ പറ്റത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത് പറ്റത്തില്ല. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി വരുവാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ അതായിരിക്കാം. സോ ഈ ഒരു ലേഡിയുടെ ഒരു രീതി ഇതാണ്. ഒന്നുകിൽ ചുക്കാമണി വെട്ടുക, അല്ലെങ്കിൽ ഇതേപോലെ അടിച്ച് ചെവിക്കെല്ലാം കളയുക, അല്ലെങ്കിൽ എന്താ പറയുക തന്തയും തള്ളയെയും മക്കളെയും ആക്ഷേപിക്കുക. ഇതാണ് ഇവരുടെ ഒരു രീതി. തീർത്താത്ത ഇവിടെ തീർത്താത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സായി കൃഷ്ണ തീർത്താത്ത സോഡാക്കുപ്പി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ കയറി കൊണ്ടത്. ഇവർ ചെയ്ത കാര്യം എന്താണ്? ഈ തനൂജ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ് ഇവരോട് പറഞ്ഞത്രേ, ക്യാരറ്റ് ഉപയോഗിച്ച് ലൈംഗിക വൃത്തികൾ ചെയ്യുന്ന ആളാണ് തനൂജയെന്ന്. അതിൻ്റെ വീഡിയോ കാണിച്ചില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു തെളിവും ഇവർക്കില്ല. ഇവരുടെ ഈ ഭർത്താവ് പറഞ്ഞതാണ്. തീർത്താത്തയോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, തീർത്താത്ത 3 കല്യാണം കഴിച്ചു. ആദ്യത്തെ ഭർത്താവ് സായി കൃഷ്ണനെ വിളിച്ച് നാളെ പറയുകയാണ്, ഈ തീർത്താത്തയെ ഞാൻ ഒഴിയാൻ കാരണം അവരുടെ തലങ്ങണയുടെ അടിയിൽ ഒതളങ്ങ അല്ലെങ്കിൽ ഒരല് അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ കണക്ക് പാറ്റൻ ടാങ്ക് ഇരുന്നു, അത് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കേട്ടതിന് ശേഷം സായി കൃഷ്ണൻ ഒരു വീഡിയോ ഇട്ട് പറയുകയാണ്. എങ്ങനെ ഉണ്ടാവും? നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ? അപ്പോൾ ഇതാണ് ഈ തീർത്താത്ത ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ല. എവിടെയോ കിടക്കുന്നവൻ, എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയപ്പം അവരോടുള്ള ദേഷ്യത്തിന് വായി വന്നത് കോതയ്ക്ക് പാട്ട് പറയുന്നവൻ്റെ വാക്കുകൾ കേട്ടിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ സ്ത്രീക്കെതിരെ പർപ്പസ്ഫുള്ളി പറയുക. അതാണ് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത. അങ്ങനെയുള്ള ഏറ്റവും വൃത്തിഹീനമായ ഒരു പരിപാടി ചെയ്തിട്ട്
അതൊരാൾ വിമർശിച്ചപ്പോൾ അയാൾ പറഞ്ഞ വാക്കാണ് ഈ സോഡാ കുപ്പി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഉടനെ ഇവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നതാണ്. അതായത് ഈ സായിയുടെ ഭാര്യ സ്നേഹയോട്, അതായത് സ്നേഹയ്ക്ക് എത്ര വയസ്സുണ്ട്? 26 വയസ്സാണ് സ്നേഹയ്ക്കുള്ളത്. സ്നേഹയോട് പറയുന്നത്, നീ നിൻ്റെ കൂട്ടുകാരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചിട്ടും അവൾക്കൊരു കൊച്ചിനെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അവൾക്ക് നിൻ്റെ കൂട്ടുകാരാ സോഡാ കുപ്പി മേടിച്ചു കൊടുക്കുന്നത്. പക്ഷെ എന്തൊരു സ്ത്രീയാണ് ഇവർ, ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നത് ഇവർ ചെയ്ത പ്രവർത്തികളെല്ലാം തന്നെ മറ്റുള്ളവർ ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്കുണ്ടാകുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ ബേസിക്കലി ഇങ്ങനത്തെയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്ന ഒരാളായിരിക്കാം. ഇവരുടെ ഒരു കുടുംബപരമായി ഇതെല്ലാം ചെയ്യുന്ന ഒരാളായിരിക്കാം. ഞാനിവരെ വിടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഞാനും ഇവരുമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നിന്നപ്പോൾ ഏതോ ഒരു വായി നോക്കി ഇവർക്ക് പൈസ കൊടുത്തതിന് ശേഷം എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് അവനോടൊരു പ്രശ്നമില്ല, എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ വീഡിയോ ഒന്ന് ഇടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവളുടെ ഈ എംബോക്കയുടെ വീഡിയോ ഇവരുടെ ചാനലിൽ എടുത്തിട്ട് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവരെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞത്. അതിന് പകരമായിട്ട് ഇവരെന്നെ എന്താ ചെയ്തത്? ഞാൻ അവരെ വീട്ടുകാരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉടനെ അവർ വന്നു, എൻ്റെ അമ്മ വേശ്യയാണ്, അവരെ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്, കൊല്ലം ചിന്നക്കടയിൽ കൊണ്ടുപോയി എൻ്റെ അമ്മയും ഭാര്യയും 2 വയസ്സുള്ള മകളെയും വിൽക്കുന്നു. അതിനുശേഷം അവർ പറഞ്ഞത് എൻ്റെ ഭാര്യ ബാംഗ്ലൂരിലെ സെക്സ് റാക്കറ്റിൽ അംഗമാണെന്ന്. എൻ്റെ ഭാര്യ ബാംഗ്ലൂർ സെക്സ് റാക്കറ്റിൽ അംഗമാണെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? കാരണം ഇവർ കാട് മാറിപ്പോയതാണ്. വേറെ ഏതോ കുട്ടിയാണ് ഇവർ തെറ്റിദ്ധരിച്ച എൻ്റെ ഭാര്യയെന്ന്. ഇവരത് പെട്ടെന്ന് അറിയാൻ കാരണം ആ സെക്സ് റാക്കറ്റ് നടത്തുന്ന ഹെഡ് മിസ്സസ് ഇവരുടെ ഉമ്മയാണ് അവിടുത്തെ ഹെഡ് മിസ്സസ്. അവിടെ 5-10 പെണ്ണുങ്ങളുണ്ട്. അവിടെ ബിസി ഷെഡ്യൂൾ ആകുമ്പോഴത്തേന് ഇവരുടെ ഉമ്മയും അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ അവർക്ക് അത്ര മാർക്കറ്റില്ല, റേറ്റും കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എന്തുകൊണ്ട് ഞാൻ ഇവരുടെ ഉമ്മയെ പറഞ്ഞു? ഇപ്പോഴും ഞാൻ പറഞ്ഞു. കാരണം തീർത്തും അടിസ്ഥാനരഹിതമായിട്ട് എൻ്റെ ഭാര്യയെ പറ്റിയോ എൻ്റെ അമ്മയെ പറ്റിയോ ഒന്നും അറിയാത്ത ഈ സ്ത്രീ, അവരുടെ പേരറിയത്തില്ല, നാടറിയത്തില്ല, ഒന്നും അറിയാത്ത ഈ സ്ത്രീ ചുമ്മാ അങ്ങ് വിളമ്പിയേക്കുവാണ്. അപ്പോൾ ആ ചെയ്ത പ്രവൃത്തിക്ക് ഇവരെന്ന് മാപ്പ് പറയുന്നു? അന്ന് വരെ ഞാൻ ഈ തള്ളയെ വിടത്തില്ല. കാരണം ഇന്ന് വരെ, ഈ നിമിഷം വരെ എൻ്റെ അമ്മയെപ്പറ്റി ഒരു മനുഷ്യനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാണുങ്ങളാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ, അവൻ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും എത്ര ശക്തിയുള്ളവനാണെങ്കിലും ഒരടിയെങ്കിലും ഞാൻ അവന് കൊടുത്തേനെ. പക്ഷെ ഇത് സ്ത്രീ ആയിപ്പോയി. സോ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു അസുഖമാണ്, ഇതൊരു സൈക്കാട്രിക്കൽ പ്രോബ്ലമാണ്. ഈ ഒരു അസുഖത്തിന് സൈക്കാട്രിക്കലി പറയുന്നത് മറ്റൊന്നുമല്ല, തന്തയില്ലായ്മ അപരാധോളിയ. ഇതാണ് ഈ അസുഖത്തിൻ്റെ പേര്. ഇതിന് മരുന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇതിന് മരുന്ന് ചെറുതായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് കൊടുത്തപ്പോഴത്തേന് ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു രോഗി ഭയങ്കര വെപ്രാളം കാണിക്കും. എൻ്റെ ഉമ്മയെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വെപ്രാളം കാണിക്കും. അത് ഞാൻ അവരിൽ കണ്ടു. കാരണം ഒരു പ്രത്യേക കണ്ണിനൊരു തിളക്കവും പ്രത്യേക രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻസുകൾ ഞാൻ അവരിൽ കണ്ട്. എനിക്ക് ഉറപ്പാണ് ഇവർ ഈ ഒരു അസുഖത്തിന് അടിമയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. ഇവിടെ ഈ പറയുന്ന സായി കൃഷ്ണ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഈ സ്നേഹയെ വിളിച്ചുകൊണ്ട് വന്ന് ഇവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ഇവരുടെ പല്ല് സെറ്റ് അടിച്ച് താഴെ ഇടുക എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അവനത് ചെയ്യുന്നില്ല, അവൻ്റെ മാന്യത കൊണ്ടാണ് അവത് ചെയ്യാത്തത്. ഇനി ഇപ്പോഴും ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ചാനലിലിരിക്കുന്ന കുറച്ച് മുതുവാണങ്ങളോട് പറയാനുള്ളത്, അതായത് ഒരു വായ്നോക്കിയുടെ ഇടയ്ക്കെടുത്തിരുന്നൊരു വീഡിയോ ഇടുന്നൊരു വായ്നോക്കിയുണ്ട്, ഒരു ഓസ്ട്രേലിയക്കാരിയാന്ന് പറഞ്ഞ് അവളുടെ പേര് ഞാൻ പറയുന്നില്ല. അവരുടെ ചാനലിൽ റീച്ച് വേണ്ട, അവർക്ക് റീച്ചിന് വേണ്ടി അതൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ ചാനലിൽ എടുത്തിടും. അപ്പോൾ അവൾ അവിടെ വന്ന് ഈ സായി കൃഷ്ണയുടെ ഭാര്യയെ തെറി പറഞ്ഞതിൻ്റെ താഴെ വന്നിട്ട് 100% പെർഫെക്റ്റ് കമൻ്റ് അടിച്ചേക്കുക. ഇവക്കൊരു മോളുണ്ട്. നാളെ ഈ മോളെക്കുറിച്ചും ഈ തെറുത്താത്ത ഇത് തന്നെ പറയും. ഈ തെറുത്താത്തയോട് നീ ഒന്ന് ഉടക്കി നോക്ക്, നിന്റെ മകളെക്കുറിച്ചും ഇതേ കാര്യങ്ങൾ ഇതിലും മോശമായി പറയും. അന്നേരം നീ പഠിക്കും. എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടും അതുപോലെ തന്നെ സ്ത്രീ വ്ളോഗർമാരോടും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തെന്ന് ആത്മാർത്ഥമായി പറയുന്ന ആൾക്കാരോടാണ്. ഈ ഒരു തള്ള നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ഭവിഷ്യത്താണ്. എല്ലാവരും കൂടി ഒത്തുനിന്നാൽ ഉറപ്പായി ഈ തള്ളയെ ഒതുക്കാൻ പറ്റും. കാരണം ഒരു സാമാന്യ ഒരു എത്തിക്സ് ഏതൊരു വ്യക്തിക്കും വേണം. നമ്മളൊരു വ്ളോഗർ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേനും പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് അതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്ക്, അതായത് ഒരാൾ ഒരു കള്ളനാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കപ്പലണ്ടി മുട്ടായി എങ്കിലും അദ്ദേഹം മോട്ടിച്ചിരിക്കണം. അല്ലാതെ അദ്ദേഹത്തെ കള്ളൻ എന്ന് പറയുന്നത് തന്തയില്ലായ്മയാണ്. സോ ഈ ഒരു തള്ള ചെയ്യുന്നതാണ് ശത്രുക്കളെ നേരിടാൻ അവരുടെ കുടുംബത്തെ മൊത്തം ആക്ഷേപിക്കുന്ന. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേന് മറ്റൊരു വ്ളോഗർ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇനി പറയുന്നില്ല, ആ വിഷയം ക്ലോസ് ചെയ്തതാണ്. ഒരു കാര്യവുമില്ലാതെ എന്നെ എതിർക്കാൻ നേരിട്ട് പറ്റാത്തതുകൊണ്ട് എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത് പോസ്റ്റ് ചെയ്തു. എനിവേ ആ വീഡിയോ അദ്ദേഹം മാറ്റി. ഞാൻ അയാളോട് പറഞ്ഞ കാര്യം, അയാളായിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ,
നേർക്ക് നേരുള്ള പോരാട്ടങ്ങളുടെ ഇടയിൽ അനാവശ്യമായി ഫാമിലി എടുത്തിട്ട് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലി ആണെങ്കിൽ നേരിട്ട് വന്ന് ഏതവനാണെങ്കിലും ഒന്ന് പൊട്ടിക്കാനുള്ള ശേഷി എനിക്കിപ്പോൾ നിലവിലുണ്ട്. പക്ഷെ സ്ത്രീകളാണെങ്കിൽ നമുക്കത് പറ്റില്ല. ആ ഒരു പ്രിവിലേജാണ് ഇത്തരം ആൾക്കാർ എടുക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ മുൻകൈ എടുത്ത് മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ തെറുത്താത്തയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ഇതിനെ കുറച്ച് വാണങ്ങൾ, ഈ ഓസ്ട്രേലിയക്കാരിയെ പോലുള്ളവർ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ട് സമയം കളയണ്ട. അവരെ കൊണ്ടത് ഒക്കില്ല. ഞാൻ പലവട്ടം പറഞ്ഞുള്ള ആ സ്ത്രീയെ കൊണ്ട് ഈ വ്ലോഗ് പറ്റത്തില്ല. അവർക്ക് പറ്റുന്ന പണി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നല്ല കണ്ടന്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. നിങ്ങളിത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉണ്ടാവും. ഈ 200-300 വ്യൂസ് ഒന്നും അല്ല. രാത്രി 12 മണിക്ക് ശേഷമാണ് പൊതുവെ ഇവരുടെ പരിപാടി. ഞാൻ 1-2 വായിക്കാം. തേൻ കുടിക്കാൻ വായോ, ചെമ്പരത്തിപ്പൂവിലെ തേൻ നുകരാൻ വായോ, മധു നുകരാൻ കൊതിയായോ, തേൻ ഇറ്റിച്ച് തരാം, തേൻ വായിലോട്ട് ഇറ്റിച്ച് തരാം. അടിപൊളി സംഭവങ്ങളാണ്. താത്തമാരും ചേച്ചിമാരും എല്ലാം ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ടീമുകൾക്ക്, അതായത് ഈ കിടന്ന് മുക്കി മെഴുകുന്ന കുറച്ച് ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഈ ഒരു ശ്രേണിയിൽപ്പെട്ട ആൾക്കാർക്ക് ഈ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പ്രായത്തിൽ അത് പറ്റും. കുറച്ചുകൂടെ ഈ ചെറുത്താത്തയുടെയൊക്കെ പ്രായം ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരും മൈൻഡ് ചെയ്യാൻ അതിന് സ്കോപ്പ് ഇല്ലാതാവും. അതുകൊണ്ട് ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നാവുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനിമേ ഞാൻ വീണ്ടും പറയുന്നു, തെറുത്താത്തയെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികളുടെ നിന്ന് പോലും തെറി വേടിച്ച് കൂട്ടുമെന്ന് ശപഥം ചെയ്തൊരു മനസ്സാണ്. അദ്ദേഹത്തെ നമുക്ക് തളർത്താനാവില്ല. അത്തരം ഒരു സ്ത്രീകളുടെ ഗ്രൂപ്പാണ് ഇവർ. സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കുറഞ്ഞൊരു പരിപ്പോടെയും ചായയെങ്കിലും കൊറിയറായിട്ട് അയക്കാനുള്ള പരിപാടി ഞാൻ നോക്കാം. ഓക്കെ, ബൈ.